ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, ദേ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുകയാണ്. ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പരീക്ഷ അടിപൊളിയായിട്ട് മാത്സ് പരീക്ഷ എഴുതണം. അപ്പം ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. കഴിഞ്ഞ കൊല്ലം 3 ചോദ്യങ്ങളാണ് മക്കളെ ചോദിച്ചത്. ഒരു 2 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചു, ഒരു 4 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചു, ഒരു 5 മാർക്കിൻ്റെ, ഏകദേശം ഒരു 10 മാർക്കിനോളം പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. കഴിഞ്ഞ കൊല്ലത്തെ പരീക്ഷയുടെ കാര്യം പറഞ്ഞത്. അപ്പം അടിപൊളിയായിട്ട് ഏതാണ് ആ ചാപ്റ്റർ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് മുഴുവനായിട്ട് നിങ്ങൾ കാണണം. കുറച്ച് ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇത് മാത്രം നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ മതി എന്ന് ഞാൻ കൃത്യമായിട്ട് അടിവരായിട്ട് പറയും നിങ്ങളോട്. ഇത് മാത്രം പഠിച്ചാൽ മതി, ഇത് മാത്രം എന്നാണ് എനിക്ക് എന്ത് ചെയ്യുക ചോദിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് വന്ന കുട്ടികളൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക. കാര്യം നിങ്ങളുടെ ലൈക്കുകളാണ് ഞങ്ങൾ വീണ്ടും ലൈവ് കണ്ടന്റ് വീഡിയോസും അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. ഈ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അവരോടും പറ. എന്നിട്ട് താഴെ കമൻസിൽ സാറ് വരാം, കമൻസ് സാറിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബിലൂടെ വരാം. എന്നിട്ട് താഴെ എന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്ത് വെക്കുക. ഞങ്ങൾക്ക് കാണാം കേട്ടോ. നിങ്ങളെ അക്കൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഫീഡ്ബാക്കുകളൊക്കെ താഴെ കമൻറ്റ് ചെയ്തിടണം. മറന്നു പോകരുതേ. ഉറപ്പായിട്ട് നിങ്ങൾ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ചെയ്തിടണേ. അപ്പോൾ ഒരേ പുള്ളിയായിട്ട് നമുക്ക് നോക്കാം എന്താണ് ആ ചാപ്റ്റർ എന്നുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ചില കുട്ടികൾക്ക് ഇത് എളുപ്പമായിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് ഗുണിക്കാനും പഠിച്ചാൽ മതി സാറേ, ഇത് അതിന് മാത്രം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ ചില കുട്ടികളൊക്കെ പറയും. അത്രയേ ഉള്ളൂ. ഗുണിക്കാനും അതായത് കൂട്ടാനും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ചാപ്റ്ററിൽ നിന്നുള്ള കിടിലൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സാധനം ഏതൊക്കെ ടൈപ്പാണ് ചോദിക്കുക എന്നുള്ളതാണ് പഠിക്കേണ്ടത്. കഴിഞ്ഞ 3 ചോദ്യമാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം ഈ ചോദ്യമാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എടാ, മാധ്യം എന്ന് പറയുന്ന ഒരേ ഒരു സാധനം, മീൻ എന്ന് പറയുന്ന ഒരേ ഒരു സാധനം മാത്രമേ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. എങ്ങനെ കുഞ്ഞോനെ ഇത് കാണാം? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്ക്. ഗണിത പരീക്ഷയിൽ 8 കുട്ടികൾക്ക് ലഭിച്ച മാർക്ക് ചോടെ കൊടുത്തിരിക്കുന്നു. 8 കുട്ടികൾക്ക് ഒരു പരീക്ഷയിൽ തന്നിരിക്കുന്ന മാർക്കുകളാണ് ചോടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മാർക്കുകളുടെ മാധ്യം കാണുക. അതായത് വാട്ട് ഈസ് ദ മീൻ മാർക്ക് ഓഫ് ദി സ്റ്റുഡൻറ്റ്. മക്കളെ, മീൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. വാട്ട് ഈസ് മീൻ, അതായത് മാധ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചോ. മാധ്യം അതായത് മീൻ എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ആകെ കുട്ടികളുടെ മാർക്ക്, ടോട്ടൽ മാർക്ക് കൂട്ടിയിട്ട് എത്ര കുട്ടികളാണുള്ളത് വെച്ചാൽ എത്ര കുട്ടികൾ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്താൽ ഡിവൈഡ് ചെയ്യുക. ഇത് നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുക. ഈ മീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആവറേജ് തന്നെയാണ്. അതായത് മീൻ ശരാശരി എന്നൊക്കെ പറയാറ് നമ്മൾ. ആ മീൻ തന്നെയാണിത്. അപ്പം ഇങ്ങോട്ട് പറയേണ്ട ഒരേ ഒരു കാര്യമോ, മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുകയാണെങ്കിൽ ടോട്ടൽ മാർക്ക് കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണ് ടോട്ടൽ കൂട്ടി കിട്ടുക? നമുക്കൊന്ന് കൂട്ടി വെക്കാം അല്ലേ. ടോട്ടൽ കൂട്ടി വെക്കാം. 70ഉം 65ഉം ഇത് മൊത്തം കൂട്ടട്ടോ. 70 135ഉം 140 180 ഓരോന്ന് കൂട്ടിക്ക് 54ഉം 72ഉം അല്ലേ. ഇതൊക്കെ കൂട്ടാം. 72ഉം 66ഉം 58ഉം 50. 1 2 3 4 5 6 7 8 പേരാണുള്ളത് അല്ലേ. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വെക്കുക. നമുക്ക് ഏകദേശം കിട്ടുക 480 ആയിരിക്കും തോന്നുന്നുണ്ട്. 480 നോക്കുക. ഇതെല്ലാം കൂടെ കൂട്ടാം. 110 170 220 290 380 400 480 5 460 460 466 122 480 കിട്ടുക കേട്ടോ. അപ്പോൾ ടോട്ടൽ മാർക്ക് ദാറ്റ് ഈസ് 480 ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് എത്ര കുട്ടികളുണ്ടടാ? 3 4 5 6 7 8 കുട്ടികളുണ്ട്. അപ്പം 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 480/8 എന്ന് പറഞ്ഞാൽ 48 8 6 8. അപ്പോൾ 6 വരും അല്ലേ. 6 ഒരു 0 വരും. ഈ 0 കൂടെ ചേർത്തായി ദേ നമ്മുടെ മീൻ സെറ്റ് 60 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ഉഷാറായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ആ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡിയാണ്. ഈ മോഡൽ പരീക്ഷയ്ക്ക് എന്തായാലും 2 മാർക്ക് ചോദിക്കും. അടുത്ത മോഡൽ മലയാളം പടിയുണ്ട്, ഇംഗ്ലീഷ് പടിയുണ്ട്. അടിപൊളി ക്വസ്റ്റ്യൻ ആണേ. ഇതും മീൻ തന്നെ കാണാനാണ്. ഇപ്പം നമ്മൾ ഒരു നമ്പർ 60 ആണെങ്കിൽ 60 ഒറ്റ ഒരു വട്ടേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് എന്താ ചെയ്യാനുള്ളത് നോക്ക്. ഇങ്ങനെ വരുന്ന സമയത്ത്, അതായത് ഇപ്പം ഏജ് ഗ്രൂപ്പാണ് ഇവർ പറയാന്ന്, ഇങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പ്, അതായത് ഏജ് ഗ്രൂപ്പ് അല്ല, 40 വയസ്സുള്ള 8 പേരുണ്ട്. അപ്പം 40
8 നമുക്ക് എഴുതാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്, അതായത് ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ. അപ്പൊ ഈ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് കൂട്ടേണ്ടി വരും അല്ലെ. ഞാനൊന്ന് കൂട്ടി കാണിച്ചത്. അതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചത്. ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചിത്രം ഒന്ന് ജസ്റ്റ് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ചെയ്യണം. ചിത്രം ജസ്റ്റ് അപ്പുറത്തോട്ട് മാറ്റിയിട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ കേട്ടോ. ഞാനൊന്ന് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് ആ ചിത്രം ഒന്ന് മാറ്റിയിട്ട് ചെയ്തേ. അടിപൊളിയായിട്ട് ചിത്രം ഒന്ന് മാറ്റിയിട്ട് ചെയ്തേ. ഓക്കെ, ഞാൻ ചിത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഏജ് 40 ഏജുള്ള 8 പേരുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര പേരാന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ടോട്ടൽ ഉള്ളത്. ഒന്ന് കൂട്ടി വെക്കാം അല്ലെ. 8 ഉം 6 ഉം 14 ഉം 10 ഉം 24 ഉം 7 ഉം 31 ഉം 35 ഉം 40 പേര് ടോട്ടൽ മെമ്പേഴ്സ് ഉണ്ട്. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ടോട്ടൽ നമുക്ക് ആവശ്യം വരും കേട്ടോ. ഓക്കെ, ഒരേ പൊളി. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ ദ ക്ലബ്? ദർ ആർ 40 മെമ്പേഴ്സ്. റെഡി അല്ലേ? അപ്പൊ ടോട്ടൽ 40 കുട്ടികൾ, 40 മെമ്പേഴ്സ്, കുട്ടികളല്ല 40. ഇനി ടോട്ടൽ ഏജ്. അപ്പൊ മൂന്നാമത്തെ കോളം എന്തിനാണോ താൻ വരച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. മൂന്നാമത്തെ കോളത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരുത്തരും ടോട്ടൽ ഏജ് ചെയ്തിട്ടുണ്ട്. അതായത് ആകെ വയസ്സ്, അതായത് ടോട്ടൽ ഏജ്. ഓക്കെ, ഇവിടെ പറയുന്നത് അറിയാം, 40 വയസ്സുള്ള 8 പേരുണ്ട്. അപ്പൊ 40 ടോട്ടൽ 8 എഴുതേണ്ടി വരും. നമുക്ക് അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും എന്ത് ചെയ്താൽ മതി, ഈ 40 8 കൂടെ ഗുണിക്കാം. അപ്പൊ 40 8 പേരുള്ളത് ടോട്ടൽ ഏജ് വയസ്സ് കിട്ടില്ലേ. അപ്പൊ 40 × 8, 40 × 8, ഇപ്പൊ 4 8 32. ഓരോന്ന് ഗുണിച്ച് ഈ ചാപ്റ്ററിൽ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഗുണിച്ച് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഗുണിച്ച് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരേ ഒരു സാധനം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പൊ 40 × 8 നിങ്ങൾക്ക് എത്ര അറിയാലോ, 320. ഓക്കെ, അതുപോലെ ഇത് ഗുണിക്കുക, എത്ര വരും? 45 × 6 എത്ര വരും? 270. ഓക്കെ, 47 × 10, 47 × 10 470. ഓക്കെ, 470. അതുപോലെ 50 × 7 50 × 7 350. അങ്ങനെ 55 × 4 55 × 4 എത്ര വരും? 220. പിന്നെ 58 × 5 290. ഇതൊക്കെ കൂടെ കൂട്ടുക. ദിസ് ഈസ് ദ ടോട്ടൽ ഏജ്. അപ്പൊ ടോട്ടൽ ഏജ് കിട്ടണമെങ്കിൽ 320 220 420 350 220 290. എടാ, ഈ സൈഡിലുള്ള എല്ലാ നമ്പറും കൂട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു നമ്പർ, ദാറ്റ് ഈസ് 1920. അതായിരിക്കും നമ്മുടെ ടോട്ടൽ 1920 ആണ്. അത് കൂട്ടിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. നമുക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മീൻ, അതായത് മാധ്യം. എങ്ങനെയാ കാണാ? മാധ്യം കാണല എങ്ങനെയാ? ഒരേ പൊളി. മീൻ കാണണമെങ്കിൽ ആ ടോട്ടൽ, അതായത് ആകെ ഡിവൈഡർ ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസോ മെമ്പേഴ്സോ എന്താണോ അത് ഉദ്ദേശിച്ചത്, അതായത് അംഗങ്ങളുടെ എണ്ണം. അപ്പോൾ ഇവിടെ ആകെ 1920 ആണ് കിട്ടിയത് അല്ലേ. 1920 തന്നെയല്ലേടാ കിട്ടിയേക്കുന്നത്. യെസ്, 1920. എത്ര പേരുണ്ട്? 40 പേരുണ്ട്. അപ്പൊ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 0 വെട്ടി. അപ്പൊ 192/4. 200 4 എത്ര ഉണ്ട്? 204 50 48 വരും. അപ്പൊ 48. നമ്മുടെ തരം ഒരേ പുളി സെറ്റ്. റെഡിയാണോ? അപ്പൊ ആ സാധനവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ടൈപ്പ്. എടാ, ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങൾ ഇരുന്നാൽ മതി. ഇത് നിങ്ങൾ പഠിച്ചു വെക്കൂ. നേരത്തെ ഈ ചോദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നേരത്തെ ഒരൊറ്റ നമ്പറാ കുഞ്ഞോനെ തന്ന്. 40 വയസ്സുള്ള 8 പേര്, 45 വയസ്സുള്ള 6 പേര്. പക്ഷെ ഇവിടെ ഇത്ര മുതൽ ഇത്ര വരെ, അത് വയസ്സാവാ, ഇലക്ട്രിസിറ്റി യൂസേജ് ആവാ, മാർക്കാവാ, എന്ത് മാങ്ങാത്തോലി വേണമെങ്കിലാവാം. പഠിച്ചു വെച്ചോ. 100 വയസ്സ് 150 വരെ. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ആൾക്കാരെയാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു നമ്പർ അല്ലല്ലോ, 100 മുതൽ 150 എന്നൊക്കെ പറയുമ്പം നിങ്ങൾ എന്ത് തന്നെ ചെയ്യുക, ഇതേ സാധനം തന്നെ നിങ്ങൾ ഈ പെട്ടിക്കോളം എന്ത് ചെയ്യുക, എപ്പോഴും ഒരു പെട്ടിക്കോളം എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ. അതേ സാധനം അടുത്ത നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് വരച്ചു വെക്കേണ്ടി വരും കേട്ടോ. ഞാൻ തന്നെ നോക്കിപ്പോ കണ്ടോ, ഇവിടെ വരച്ചു വെച്ച് കണ്ടോ. അപ്പൊ ഇത് വരച്ചു വെക്കാം. ഇത് വരച്ചു വെച്ചതിന് ശേഷം ഈ സമയത്ത് നമുക്ക് രണ്ട് ബോക്സ് വേണ്ടി വരും കേട്ടോ. നമുക്ക് 2 ബോക്സ് വേണ്ടി വരും. എന്തിനാ സാറേ 2 ബോക്സ് എന്ന് വെച്ചാൽ സാറ് പറഞ്ഞുതരാം. അതായത് 2 ബോക്സ് എന്തിനാന്ന് ചോദിച്ചതാ. 2 ബോക്സ്, ഇങ്ങനെ 2 ബോക്സ് വേണം. കാര്യം ഇവിടെ 2 നമ്പറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് 100 മുതൽ 150 വരെ.
അപ്പോൾ 100നെ 4 കൊണ്ട് ഗുണിക്കുക, 101നെ 4 കൊണ്ട് ഗുണിക്കുക, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ ക്ലാസ് വൈദ്യുതി കോൺസെപ്ഷൻ എന്നോ എങ്ങനെ വേണമെങ്കിലേ ക്ലാസ് ആണ് അടുത്ത് ചെയ്തത്. വിഭാഗം, ഈ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ലാസ്റ്റ് പേജിൽ പിന്നെ ടോട്ടൽ തന്നെയാണ്, ടോട്ടൽ യൂസേജ്, ആകെ ഉപയോഗം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ക്ലാസ് എന്ന് പഠിച്ചാൽ മതി. നേരത്തെ ചോദ്യത്തിൽ ഒരൊറ്റ നമ്പർ ഉണ്ടായിരുന്നു, അപ്പൊ ജസ്റ്റ് ആ നമ്പറും എത്ര എണ്ണാണോ അതുകൊണ്ട് ഗുണിച്ചു. പക്ഷെ ഇവിടെ 100 മുതൽ 150 വരെ എന്ന് പറയുമ്പോൾ ആ 100നും 150നും നടുക്കുള്ള നമ്പറാണ് എഴുതേണ്ടത്. അപ്പൊ 100നും 150നും നടുക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, 100 + 150 എന്നിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി. അപ്പൊ 250ന്റെ പകുതി എത്രയാടാ, 125. ഇനി അങ്ങനെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങളോട് കാര്യം പറയട്ടെ, നിങ്ങൾ തന്നെ എന്ത് ചെയ്താൽ മതി, മനക്കണക്കായിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. 100ന്റെയും 150ന്റെയും നടുക്ക് ഏതാടോ, 125 അല്ലേ, ആ 125 ആയിരിക്കും ഇവിടെ വരിക. അതേപോലെ 150നും 200നും നടുക്ക് 175 അത് എഴുതുക. ഇനി അത് കിട്ടിയില്ലെങ്കിൽ 100, 150, 200 കൂട്ടാൻ അതിന്റെ പകുതി. അതേപോലെ 200ന് 250ന് നടുക്ക് 225, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 50 അല്ലേ ഗ്യാപ്പ്, ഇവിടെ 50 ഇങ്ങനെ കൂട്ടി കൊടുത്താലും മതി. കണ്ടോ, അപ്പൊ അടുത്ത് 225 വരും, 325 വരും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 125 ഗുണിക്കാം. 4 125 ഗുണിച്ചോ, 4 × 125 ഗുണിച്ചോ, എത്ര വരും, 500 വരൂല്ലേ, 250 500 അല്ലേ. അതുപോലെ 2 × 125 എത്ര വരും, 350 വരും. അതുപോലെ 5 × 225 5 × 225 എത്ര വരൂടാ, 1225. ഏതെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറയണേ, കാണുന്നില്ലേ നിങ്ങൾക്ക്. ഓക്കെ, അടുത്തത് 6 × 275 1650 വരും. ഓക്കെ, പിന്നെ അടുത്തത് 3 × 325 എത്ര വരും, 975. അപ്പൊ ഇതൊക്കെ കൂടെ കൂട്ടുക. ഇവിടുത്തെ ടോട്ടൽ എത്ര കുടുംബങ്ങൾ ഉണ്ടെന്ന് കാണും വേണം, ടോട്ടൽ യൂസേജും വേണം. ഈ 2 സാധനങ്ങളാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഒരേപോലെ ആയിട്ട് ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്യാം. ഞാൻ തന്നെ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ കൂട്ടേണ്ടി വരും കേട്ടോ. നമുക്ക് ഒരുപാട്, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞ എൻ്റെ പൊന്നാര ചക്കരെ, മീൻ തന്നെയായിരിക്കും ചോദിക്കുക. മീൻ, ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല. മീൻ അല്ലെങ്കിൽ മാധ്യം എന്നൊക്കെ പറയാറുണ്ട്. മാധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ടോട്ടൽ യൂസേജ് ആകെ ഉപയോഗം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഫാമിലീസ്, കുടുംബങ്ങളുടെ എണ്ണം. അപ്പൊ എത്ര കുടുംബങ്ങളാണ് ഇവിടെ കിട്ടുമല്ലോ നിങ്ങൾക്ക്. 4 2 6 6 5 11 11 6 17 20 കുടുംബങ്ങളുണ്ട്. ടോട്ടൽ 20 കുടുംബങ്ങളുണ്ട്. അപ്പൊ ടോട്ടൽ 20 താഴെ തന്നെ എഴുതേണ്ടി വരും. ഓക്കെ, മറ്റത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോന്ന് കൂട്ടേണ്ടി വരും. 500 ഞാൻ കൂട്ടിത്തരാവേ, നമുക്ക് 350. നിങ്ങൾ ഓരോന്ന് കൂട്ടിക്ക്, നിങ്ങൾക്ക് കൂട്ടാൻ അറിയില്ലേ. ഓക്കെ, അപ്പൊ ഓരോന്ന് കൂട്ടിക്കേടാ. ഓക്കെ, 975 4600 വരാം കേട്ടോ. 4600 എല്ലാം കൂടെ കൂട്ടുമ്പോൾ 4600, 4600. 0 പോയി. ഇതേ നമ്മുടെ ഉത്തരം 460/2 ആവും. അപ്പൊ 230 യൂണിറ്റ് കറണ്ടിൻ്റെത് യൂണിറ്റ് ആയിട്ട് വരും. അടിപൊളിയായിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട്. വെറും 13-14 മിനിറ്റ് കൊണ്ടാണ് ഒരു ചാപ്റ്റർ സാറ് പഠിപ്പിച്ചത്. അപ്പൊ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് സാറ് ക്ലാസ് എടുത്തതെന്ന് എന്തിനാ, നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ ലൈക്കും കിട്ടാൻ വേണ്ടി മാത്രം. കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണത്. ആ സപ്പോർട്ട് നിങ്ങൾ തരാണ്ടിരിക്കരുത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് എനിക്ക് ആകെ ഒരു കാര്യമേ വേണ്ടുള്ളൂ, ആ ഒരൊറ്റ കാര്യം. പിന്നെ പരീക്ഷ കഴിഞ്ഞാൽ സാറോട് നേരിട്ട് തന്നെ പറയണം. ഉറപ്പായിട്ടും നിങ്ങളുടെ മെസ്സേജും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് സാറ്. അപ്പം അടിപൊളിയായിട്ട് പറയാം. അപ്പം നേരിട്ട് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബിലൂടെ എന്ത് ചെയ്യാം, കമൻറ്റ് ഇടാം, അതിലൂടെ പറഞ്ഞാലും മതി കേട്ടോ. ഓക്കെ, ഇനി ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ട് മെസ്സേജ് ഇടുകയും ചെയ്യാം. ഓക്കെ, വിഷ് യു ആൾ ദ ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും കാണും വരേക്കും. ഇറ്റ്സ് മീ VCR. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ സാർ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. താങ്ക് യു ആൾ. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അടിപൊളിയായിട്ട് കാണാം. താഴെ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് ഇട്ടോ, ഞാനും വരാം. ബൈ.